ാനുള്ളത് ഈ സ്ഥലം 33 സെന്റ് സ്ഥലവും വീടുമായിരുന്നു. ഞങ്ങളൊരു സമാധാന ചർച്ചയ്ക്ക് ഈ ബാങ്കിൽ പോയപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെട്ടത് 3 സെന്റ് സ്ഥലവും ആ കെട്ടിടവും ആ വഴി അവർക്ക് ആ വീട്ടിലേക്ക് കടക്കാനുള്ള വഴി വിട്ടുകൊടുത്തിട്ട് ബാക്കി നിങ്ങൾ എടുത്തോ. അതിൽ ബാക്കി നിങ്ങൾക്ക് എന്തെങ്കിലും അടക്കാനുണ്ടെങ്കിൽ അതവർ മാസം ഗഡുക്കളായിട്ട് അടക്കാനുള്ള സംവിധാനം ചെയ്യുന്നു. പക്ഷെ അവർക്കതല്ല ആവശ്യം. അവർക്ക് ഈ കെട്ടിടം ഇടിച്ചു നിരത്തി ആളാവുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ബാങ്കിന്റെ ചെയർമാൻക്കെതിരെ ഒരു പുനരന്വേഷണം വേണം. ആ ബാങ്കിന്റെ എല്ലാ ഭരണസമിതികൾക്കെതിരെയും ബഹുമാനപ്പെട്ട റിസർവ് ബാങ്ക് അന്വേഷണം വേണ്ടതാണ്. കാരണം ഈ അടക്കുന്ന ലോണുകളുടെ പലിശയൊക്കെ എവിടെ പോണത്? റിസർവ് ബാങ്കിന്റെ പേര് പറഞ്ഞിട്ട് റിസർവ് ബാങ്ക് പറഞ്ഞിട്ടുണ്ട് ഇത് ഇടിച്ചു നിരത്താൻ, ഇത് പലിശ ഈടാക്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള മറവിലെ കള്ളക്കളികൾ. യഥാർത്ഥ സത്യം പുറത്ത് ലോകം അറിയണം. ചില ആളുകൾ ഇതിൽ നമ്മൾ വീഡിയോ ഇടുമ്പോൾ പറയും കാശ് എടുത്തിട്ടല്ലേ. എടുത്തിട്ടാണ്, ഞങ്ങൾ അടക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല, കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. 33 സെന്റ് സ്ഥലത്തിൽ 3 സെന്റ് സ്ഥലവും ഈ കെട്ടിടവുമാണ് ആവശ്യപ്പെട്ടത്. കടുതിരുത്തി അർബൻ ബാങ്കിന്റെ ചെയർമാനോട് ഞങ്ങൾ ആവശ്യപ്പെട്ടത് 3 സെന്റ് സ്ഥലവും ആ കെട്ടിടവും മാത്രം നിങ്ങൾ വിട്ടുകൊടുത്ത് ബാക്കി നിങ്ങൾ എടുത്തോളൂ. അതിൽ ബാക്കി നിങ്ങൾക്ക് അടക്കാനുണ്ടെങ്കിൽ അവരത് അടച്ചു തരും ഗഡുക്കളായിട്ട്. അതുപോലും തയ്യാറാവാതെ, ഈ ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റുകൾ തയ്യാറാവാതെ, പോലീസിൽ അത് പരാതി കൊടുത്തിട്ടും പോലീസ് അത് പരാതി എടുക്കാതെ, പോലീസ് DYSP സാറ് പറഞ്ഞെന്ന് പറഞ്ഞ റെക്കോർഡ് ഞങ്ങളെ കയ്യിലുണ്ട്. ഞങ്ങൾ മാറി നിന്നാൽ നിങ്ങൾ ഈ വീട് ഇടിച്ചു നിരത്തിക്കോളൂ എന്ന് പറഞ്ഞ് അവർ മാറി നിന്നിട്ട് കേരളത്തിന്റെ മക്കൾക്ക് സംരക്ഷണം ഒരുക്കേണ്ട അവര് ഞങ്ങൾ എവിടെയാണ് നീതിക്ക് വേണ്ടി അഭയം പ്രാപിക്കേണ്ടത്? പോലീസ് സാറുമാരോടാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. നിങ്ങൾക്കുമില്ലേ ഒരു കുടുംബം? നിങ്ങൾക്കുമില്ലേ പെൺമക്കള്? നിങ്ങളിങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പാടുണ്ടോ? വെള്ളിയും കതറിടുമ്പോൾ ഈ കതറിന്റെ അർത്ഥം എന്താണ്? ശാന്തി സമാധാനമാണ്. ഇത് സമാധാന ശാന്തി സൃഷ്ടിക്കുന്ന ഒരു കാഴ്ചയാണോ നിങ്ങൾ ഈ കാണുന്നത്? അതൊരിക്കലും ഞങ്ങൾക്കാവില്ല. മാപ്പില്ലതിന്. കടുതിരുത്തി അർബൻ ബാങ്കിനോട് KVM എന്ന സംഘടനയുടെ ജനങ്ങൾ, ഈ സമൂഹം പറയുന്നത് മാപ്പില്ല നിങ്ങൾക്ക്.